കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമില്ല. മുണ്ടക്കയം ചെന്നാപ്പാറയിൽ മലവെള്ളപ്പാച്ചിൽപ്പെട്ട 17 തൊഴിലാളികൾ ഇന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികളാണ് മലവെള്ളപ്പാച്ചിലിൽ പെട്ടുപോയത്. വളരെ സാഹസികമായിട്ടാണ് ഈ 17 പേരെയും രക്ഷപ്പെടുത്തിയത്. അവരെ യഥാർത്ഥത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ, ഒരുപക്ഷെ നമുക്ക് ആശങ്കയോടെ മാത്രമേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയൂ. സ്ത്രീകളുൾപ്പെടെ 17 പേരെയാണ് ഇങ്ങനെ രക്ഷപ്പെടുത്തിയത്. ഒരുപക്ഷെ ഈ പകൽ സമയത്തായതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. എന്തായാലും ഭാഗ്യമെന്നേ കരുതേണ്ടൂ. പാലാ നഗരത്തിലും ഇപ്പോൾ വെള്ളം കയറി. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുവെന്ന് അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്നു. അശ്വിൻ, വിവരങ്ങൾ. SKN എന്തായാലും ജില്ലയുടെ പലയിടങ്ങളിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ വെള്ളം ഉയരുകയാണ്. കാരണം ഈ മലയോര മേഖലകളിൽ ഇന്നലെ മുതലുണ്ടായ ശക്തമായ മഴയുടെ ഭാഗമായാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പാണ് കോട്ടയത്തെ നദികളിലെ ജലനിരപ്പിൻ്റെ വിവരം വന്നത്. ഇതിൽ 3 ഇടങ്ങളിൽ അപകട നിരപ്പ് കടന്നിരിക്കുകയാണ് ഈ മീനച്ചിലാറിൻ്റെ ഭാഗം. നിലവിൽ ഈ കോടിമതയിൽ മാത്രമാണ് ജലനിരപ്പ് ഇവിടെ മുന്നറിയിപ്പ് നിരപ്പിന് താഴെ തുടരുന്നത്. ബാക്കി 7 ഇടങ്ങളിലും അപകട നിരപ്പ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഒപ്പം മണിമലയാറിൽ അത്ര പ്രശ്നമില്ല. പലയിടങ്ങളിലും അപകട മുന്നറിയിപ്പിൻ്റെ അടുത്ത് ജലനിരപ്പ് തുടരുകയാണ്. മറ്റിടങ്ങളിൽ മാറ്റമില്ലാതെയും തുടരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പാലായിലാണ്. പാലാ മൂന്നാനിയിൽ ഈ പാലാ മീനച്ചിലാറിൽ വെള്ളം ഉയരുന്നതിൻ്റെ ഭാഗമായി ആദ്യം വെള്ളപ്പൊക്കമുണ്ടാകുന്ന എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് പാലാ മൂന്നാനി കോടതിക്ക് സമീപം, പാലാ മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപം. അവിടുത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഏകദേശം 1.5 അടിയോളം വെള്ളം ഉയർന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. അത് ഇനിയും ഉയരും എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നതും. കാരണം ഈ മീനച്ചിലാറ്റിൽ നിന്ന് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണ് ഈ പ്രദേശത്തെ സ്വാഭാവികമായും വെള്ളത്തിനടിയിലാക്കുന്നത്. അത് ഈ നിലവിലിപ്പോൾ ഈ മൂന്നാനി ഭാഗത്ത് മാത്രമാണുള്ളത്. അത് വരും മണിക്കൂറുകളിൽ പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലടക്കം വെള്ളം ഉയരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. എന്തായാലും നിലവിൽ ഇവിടെ എപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും കൂടുതൽ വെള്ളം റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ചെറുവാഹനങ്ങൾക്ക് ഈ അങ്ങോട്ടേക്ക് പോകാൻ പ്രയാസമുണ്ട്. ഈരാറ്റുപേട്ടയിലേക്കുള്ള വഴിയാണ്, പാലാ ഈരാറ്റുപേട്ട റോഡ് കൂടിയാണ്. എന്തായാലും അത്തരത്തിൽ ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മറ്റു പല വഴികളിലൂടെയുമാണ് അവർ പോകുന്നത്. നിലവിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 58 പേരാണ് കോട്ടയത്ത് വിവിധ സ്ഥലങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. നിലവിൽ എന്തായാലും ആശ്വാസം എന്നത് മഴ അല്പം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. SK. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന അശ്വിൻ പാലാഴിയാണ്.